കണ്ണൂർ പാനൂരിലെ പാലത്തായി പീഡന കേസ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ, അഥവാ നിലവിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ എന്നെ ഒരുപാട് പേർ ബന്ധപ്പെട്ടിരുന്നു. ഈ കുട്ടിയുടെ നാട്ടുകാർ, ഈ കുട്ടിയുടെ അയൽവാസികൾ, അങ്ങനെ നിരവധി പേർ എന്നെ വിളിച്ചിരുന്നു. അപ്പോഴൊക്കെ ഞാൻ അവരോട് പറഞ്ഞത്, ഇത് പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ വാർത്തയാക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്തായാലും ഈ കേസിൽ നടപടി ഉണ്ടാകും, നിങ്ങൾ പേടിക്കേണ്ടതില്ല. പോക്സോ കേസ് തന്നെയാണല്ലോ, 164 മൊഴി ഈ കേസിൽ ഉണ്ടല്ലോ, കൃത്യമായ രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവരെ ആശ്വസിപ്പിക്കുകയായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. കേരള പോലീസിനെ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു പോയി. അവരിൽ ഒരുപാട് പ്രതീക്ഷകൾ ഞാൻ അറിയാതെ അർപ്പിച്ചു പോയി. ആ പ്രതീക്ഷകളും ആ വിശ്വാസവും തൽക്കാലം ഞാൻ ഒരു കൂട്ടം പോലീസുകാരുടെ പേരിൽ പിന്നോട്ടെടുക്കുകയാണ്. ഈ ചെയ്തിക്ക് മാപ്പില്ല പോലീസുകാരെ. ഇത് തെറ്റാണ്, തെറ്റാണ്, തെറ്റു തന്നെയാണ്. ഇവിടെ ഒരു ഇടപെടൽ നടന്നിരിക്കുന്നു. അതെ, 4ാം ക്ലാസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ചത് BJPയുടെ ഒരു പ്രമുഖ നേതാവായിട്ടുള്ള ഒരു അധ്യാപകനായതുകൊണ്ട് ഈ വിഷയം മൂടപ്പെട്ടുപോയി എന്നുള്ളതാണ് ശരി. ഉന്നാവോ പീഡന കേസിന് സമാനമായി തന്നെ നമ്മൾ ഈ വിഷയം കാണേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തേണ്ടതുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 4ാം ക്ലാസ്സുകാരിയായ ഒരു വിദ്യാർത്ഥിനിയെ അധ്യാപകൻ പോരാത്തതിനാൽ BJPയുടെ പ്രമുഖനായ ഒരു നേതാവ് പീഡിപ്പിക്കുന്നു. അവിടെയാണ് നിങ്ങൾ ഈ വിഷയത്തിന്റെ പ്രസക്തി ചിന്തിക്കപ്പെടേണ്ടത്. കാരണം അതുകൊണ്ട് മാത്രമാണ് പോലീസ് ആ പ്രതിയെ ഇതുവരെയായിട്ടും അറസ്റ്റ് ചെയ്യാത്തത്. ഈ കേസിൽ ഒരു വലിയ ഇടപെടൽ തന്നെ നടന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂർ BJPയുടെ ജില്ലാ കമ്മിറ്റിയെ ബാധിക്കുന്ന വിഷയം മാത്രമല്ല, BJPയുടെ കേരളത്തിലെ സംസ്ഥാന നേതൃത്വങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, മറിച്ച് കേന്ദ്ര BJPയുടെ നേതാക്കളെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. BJP നേതാവ് 4ാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച വിഷയം. അതിനാൽ തന്നെ BJPയെ രാജ്യമൊട്ടാകെയായി വേട്ടയാടുന്ന ഈ വിഷയം മൂടപ്പെടേണ്ടത് അവരുടെ അത്യാവശ്യ ഘടകമാണ്. അതിനാൽ തന്നെ ഈ വിഷയം മൂടിവെക്കാൻ വേണ്ടിയിട്ട് ഏത് കോണ് വരെ പോകാൻ അവർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കാരണം അവരുടെ മുഖച്ഛായക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയ ഉന്നാവോ പീഡന കേസുകൾ, BJP നേതാക്കൾ പീഡിപ്പിച്ച എത്രയോ വിഷയങ്ങൾ രാജ്യത്ത് കടന്നു വരുമ്പോൾ സ്ത്രീകളുടെ സുരക്ഷയിൽ BJP ഒരുപാട് പിന്നോട്ട് പോകുന്നു, പെൺകുട്ടികളുടെ വിഷയത്തിൽ BJP ഒരുപാട് പിന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു പ്രതിച്ഛായ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പീഡന കേസ് എല്ലാ മാധ്യമങ്ങളിലും ചർച്ചയാക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് അവരെ വേട്ടയാടുന്ന വിഷയമാണ്. അവിടെയാണ് ആദ്യം DYSP വേണുഗോപാൽ പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടത്. ഈ കേസിൽ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും, പ്രതി ഏത് മാളത്തിൽ ഒളിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞ DYSPക്ക് ഇപ്പോൾ മനം മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതായത് ഈ കേസിൽ പ്രതിയെ ഇതുവരെയായിട്ടും പിടിച്ചിട്ടില്ല എന്നാണ് അർത്ഥമുള്ളത്. അത് മാത്രമല്ല, നേരത്തെ ഈ കേസ് അന്വേഷിച്ചിരുന്ന CI, ആ CIക്ക് മുകളിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ പുറത്തു വരുമ്പോൾ BJPയുടെ ദേശീയ നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. BJP പരസ്യമായി തന്നെ പത്മരാജൻ മാഷിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുമുണ്ട് എന്ന് പറയുമ്പോൾ വിഷയം ശ്രദ്ധ തിരിക്കേണ്ടത് ദേശീയ BJP നേതാക്കളുടെ ഇടപെടലിലേക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് മാർച്ച് 16-ന് പരാതി നൽകിയ വിഷയം, മൊഴി നൽകിയ വിഷയം, തന്നെ അധ്യാപകൻ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ വിഷയം, അധ്യാപകൻ പീഡിപ്പിച്ചതിന്റെ തെളിവായിട്ട് മെഡിക്കൽ റിപ്പോർട്ടുകളുള്ള വിഷയം നിസ്സാരമായി കാണാൻ, പ്രതിയെ പിടികൂടാതിരിക്കാൻ
കേരള പോലീസ് അഥവാ പാനൂരിലെ പോലീസുകാർ തയ്യാറാവാത്തത്, കണ്ണൂരിലെ പോലീസുകാർ തയ്യാറാവാത്തത്, ഡിവൈഎസ്പി വേണുഗോപാൽ തയ്യാറാവാത്തത് എന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് മാറ്റം കുറിക്കാൻ വേണ്ടി സാധിക്കും? ഇവിടെയാണ് ഈ വിഷയത്തിന് പ്രസക്തിയേറുന്നുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമം, കുട്ടികൾക്കെതിരെയുള്ള പീഡന കേസുകളെ ചെറുത്ത് അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്ന പോക്സോ എന്ന് പറയുന്ന ഏറ്റവും വലിയ നിയമത്തെ ഒറ്റ നിമിഷത്തിൽ ഇവിടെ പോലീസുകാർ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇവിടെ ഇടപെടേണ്ടത് ഇനി പോലീസ് അല്ല, ഇവിടെ ഇനി ഇടപെടേണ്ടത് പൊതുജനങ്ങൾ തന്നെയാണ്. പ്രതിഷേധങ്ങൾ ഉയർന്നു വരണം. COVID-19 ഈ രാജ്യത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നീതി ലഭിക്കാതെ, ഇവിടെ നിയമം കൃത്യമായി നടപ്പിലാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനാൽ ഇടപെടലുകളുടെ ആവശ്യം ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത്, കണ്ണൂരിലെ പാനൂരിലെ പാലത്തായിൽ ആവശ്യമാണ്, അത്യാവശ്യമാണ്. പൊതുജനം നിരത്തിലിറങ്ങേണ്ട സാഹചര്യം വന്നാൽ പോലും കൈവിടരുത്. കൊറോണ എന്ന് പറയുന്ന മഹാമാരി നിലനിൽക്കുന്ന ഈ സമയത്ത് കൃത്യമായ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ മാനിച്ചുകൊണ്ട്, ജാഗ്രത പാലിച്ചുകൊണ്ട് പോലീസ് പ്രതിയെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങേണ്ട സാഹചര്യമുണ്ടായാൽ അങ്ങനെയും പ്രതിഷേധിക്കാൻ നിയമവ്യവസ്ഥകളെ മാനിച്ച് ജനങ്ങൾ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ COVID-19 അണിയറയിൽ ചില കാര്യങ്ങൾ ഇവിടെ മൂടപ്പെട്ടു പോകും. ഒരു കാരണവശാലും കണ്ണൂരിലെ പാനൂരിലെ പാലത്തായി പീഡന കേസ് മൂടിപ്പോകാൻ പാടില്ല. COVID-19 എന്നല്ല, ഇനി എന്ത് ദുരന്തം വന്നു കഴിഞ്ഞാലും ഈ വിഷയത്തിൽ പ്രതിയെ പോലീസ് പിടികൂടുന്നിടത്തോളം കൃത്യമായ നടപടികളുമായി പൊതുജനങ്ങൾ മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. കാരണം ആ പ്രതിക്ക് വേണ്ടിയിട്ട്, ആ നീചന് വേണ്ടിയിട്ട്, പത്മരാജൻ എന്ന് പറയുന്ന ക്രൂരതയുള്ള മനുഷ്യന് വേണ്ടിയിട്ട് ചില നേതൃത്വങ്ങൾ ഇടപെട്ടിരിക്കുന്നു, പോലീസുകാരെ ഭയപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഈ വിഷയത്തിൽ പറയാതിരിക്കാൻ വയ്യ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.